അവന്മാരോട് പറയാം വെച്ചതല്ലേ എന്റെ ഫോൺ എന്ത് കുക്കിയല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ മാറും കാണാൻ അല്ലാതെ വേറെ വഴിയില്ല. എടാ രേഖയുടെ ഫോൺ ചാരിസാറ് കുക്കി. എന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നോക്കി വേണമെന്ന്. എടാ രേഖയുടെ കയ്യിൽ നിന്നല്ല, ഇവളുടെ ഫോൺ വാള് വാങ്ങിയത്. വാള് വാങ്ങിയപ്പോ അവളുടെ നിന്നാ കുക്ക് ചെയ്തത്. ഇത് എന്റെ ഫോൺ എന്ത് ചെയ്യും? എടാ നമ്മള് രാവിലെ 3 മണിക്കടെ കടയിൽ വെച്ചടാ. പറ്റിപ്പോയടാ. 1.5 വർഷം കഴിഞ്ഞിട്ടാ ഫോൺ കിട്ടത്തുള്ളൂ. എനിക്ക് എന്റെ ഫോൺ ഇന്ന് തന്നെ വേണം. നീ എന്തിനാ പേടിക്കണേ? ഞാനില്ലേ കൂടെ. പുള്ളി എടുത്തോണ്ട് പോകാനൊന്നും പോണില്ല. എനിക്ക് ആ ഫോണില്ലാതെ ഇന്ന് വീട്ടിൽ പോകാൻ പറ്റൂല. ഞാൻ കൊണ്ടുതരും. നീ ക്ലാസ്സിലേക്ക് വെക്കോ. ചെള്ളിപ്പളെ കൊണ്ടുപോയി. എടാ മറക്കല്ലേ. വേറെ വള്ളിയൊന്നും പിടിച്ചോണ്ട് വരല്ലേ? ഇല്ല. കാര്യം ചെയ്യാം. പുള്ളി എവിടെ കാണൂടാ? എവിടെങ്കിലൊക്കെ ഉണ്ടാവും. ഇപ്പൊ തന്നെ പോയി ചോദിക്കാം. പുള്ളി കീഴായിട്ട് നല്ല ചൊറയാണ് കേട്ടാ. പിന്നെ അവൾ ഒന്നാമത് ഭയങ്കര സാഡായിട്ടിരിക്കുക. നമുക്കേ ഇപ്പൊ തന്നെ പോയി ചോദിച്ചിട്ട് വരാം. ഇല്ല ഇപ്പൊ ഇന്നത്തെയും കൂടി കഴിഞ്ഞാൽ ശനിയും ഞായറും 2 ദിവസം അവധിയാണല്ലോ. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത കുട്ടികളോടൊക്കെ ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് 2 ദിവസം റിഹേഴ്സലും നോക്കാം. തിങ്കളാഴ്ച ഫൈനലും ഇട്ടിട്ട് നോക്കാം. ഇത്തവണ നമ്മൾ ഫസ്റ്റടിക്കും. നമ്മൾ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ അച്ഛനെ വിളിക്കാം കേട്ടാ. ഇല്ല രാവിലെ 10 മണിക്ക് എല്ലാവരും എത്തും. ശരി സാറേ. ഞാൻ ആ നാടകത്തിന്റെ എന്താ വിധി സാറേ? ഞാൻ വന്നേ നമ്മുടെ ക്ലാസ്സിൽ രേഖയുടെ ഫോൺ സാറ് മേടിച്ചു വെച്ചാ. ആ രേഖയുടെ ഫോൺ വാങ്ങി വെച്ച് അവള് ക്ലാസ് റൂമിലിരുന്ന് ഫോൺ യൂസ് ചെയ്തു. നമ്മുടെ സ്കൂളിനൊരു ഡിസിപ്ലിൻ ഉണ്ട്. ക്ലാസ് ടൈമിൽ ആരും ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ അവിടെ ഇരുന്ന് അത് യൂസ് ചെയ്തുകൊണ്ട് മേടിച്ച് ഹെഡ് മാസ്റ്ററിന് കൊടുത്ത് നമ്മൾ അവളെ വാൺ ചെയ്ത് വിട്ടൊക്കെ. ശരിയാ സാറേ. സ്കൂളിൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, അത് മാഷന്മാർക്കും ബാധകമാണോ? നമ്മൾ ക്ലാസ് ടൈമിലോ സ്കൂൾ ടൈമിലോ ഒന്നും ഫോൺ അല്ല. നമ്മുടെ അടുത്ത് പറഞ്ഞെന്താ സാറേ, സ്കൂൾ കോമ്പൗണ്ടിൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ സാറ് എന്താ ഉദ്ദേശിക്കുന്നത്? സാറേ, ഞങ്ങൾ സ്കൂളിലേക്ക് വരുമ്പോൾ ഫോണും കൊണ്ടല്ല വരുന്നത്. അപ്പൊ വന്നത് സാറ് മേടിച്ചു വെച്ചു. ശരിയാണ്, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ സാറന്മാർക്കും ഉപയോഗിക്കാൻ പാടില്ല. ഞങ്ങള് ക്ലാസ് ടൈമിൽ ക്ലാസിന്റെ അകത്ത് ഫോൺ ഉപയോഗിക്കാനല്ലോ. അല്ല സാർ ഒച്ച കുറയ്ക്കാതെ ഞാൻ പറയട്ടെ. അല്ല സാർ ഒച്ച കുറയ്ക്കും സാറേ. എന്താണിത്? അല്ല സാർ ഇതുകൊണ്ട് പേടിച്ചോ? ഫോൺ മേടിച്ചു വെച്ചെങ്കിൽ നീ ചോദിക്കാൻ നീ ആരാണ്? ഞാൻ പറയട്ടെ സാറ്. ഞാൻ പറയാതെ എന്താന്നേ, ഇവിടെ സ്റ്റുഡൻസിന് വോയിസ് ഇല്ലേ? എടാ ഒരു മാഷിനോട് ഒരു സ്റ്റുഡന്റ് സംസാരിക്കണതിന് ഒരു മര്യാദയൊക്കെ ഉണ്ട്. നീ ആ രീതിയിൽ സംസാരിച്ചാൽ ഞാൻ ആ രീതിയിൽ സംസാരിക്കണേ. നീ പട്ടിഷോർക്കല്ലേ സാറേ? പട്ടിഷോർക്കല്ലേ സാറേ? നീ എന്താ കൈ ചൂണ്ടി എന്നോട് വർത്താനം പറഞ്ഞു? എനിക്ക് പറ്റില്ല. മറ്റേ പിടിച്ച മാറ്റായി പറഞ്ഞേക്ക എന്തെങ്കിലും അധ്യാപകരാണ് നീ. എന്തെങ്കിലും കാണിക്കണേ. ഇവിടെ കളിക്കൂട്ടുകാരാ നീ ആണോ?
സാർ അങ്ങനെ ചോറ വർത്താനം പറയും അത് വിചാരിച്ചിട്ട് കാണിക്കണേ. അതെ അതെ ഭർത്താവ് എടുത്ത് അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊരു ഒരു 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 ബഹുമാനം വേണ്ടേ? അധ്യാപകരല്ലേ ഇത്? പറയരുത്. നിങ്ങൾ ഇവിടെ വരാം. പ്യാരി മാഷ ഒന്നാമത്തെ ഈ കുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും കാര്യം എന്നോട് ഒന്ന് പറയല്ലേ? ഒരു മര്യാദ അതെ നിങ്ങൾ കാര്യം പറഞ്ഞുതരാ. മാതാപിതാ ഗുരു ദൈവന്നാ മനസ്സിലുണ്ടോ? നിങ്ങളുടെ ഗുരുനാഥന്മാരെ ഞങ്ങള് അതിന്റെ ഒരു റെസ്പെക്ട് നിങ്ങൾ തരണോ? പറഞ്ഞേക്കേ ഇനി കൂടുതൽ വർത്താനത്തിന് നമ്മൾ കണ്ട ഇത് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ കാര്യം ചെയ്യും, മാതാപിതാക്കളെ വിളിച്ചിട്ട് ഇനി ഇങ്ങോട്ട് കയറിയാൽ മതി കേട്ടോ. മാതാപിതാക്കളെ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി. നമുക്ക് പുറത്തു നിൽക്കണം. അത് ഇനി വർത്താനത്തിലേക്ക് പുറത്തോട്ട് ഇറങ്ങൂലോ. അതെ മോനെ, അതെ ഇവിടെ വെല്ലുവിളി ഒന്നും വേണ്ട കേട്ടോ. വെല്ലുവിളി ഒന്നും വേണ്ട. ഇനി മാതാപിതാക്കളെ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി. വേറെ വർത്താനില്ല. പോയിക്കോളി. മാറി 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 എന്താ ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. അതാണ് ഞങ്ങളെ തലമുറ മോഹം. ഒന്ന് തിരിച്ചു വരാൻ ആഗ്രഹിക്കും. നിങ്ങൾ ഇതിനാണ് ആഗ്രഹിക്കുന്നത്. മാഷത്തന്റെ മണ്ണിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കണല്ലേ? ആയിരിക്കണം. അതേ ഞങ്ങളിപ്പോൾ ഒരു നടപടി എടുക്കാത്ത എന്താ വെച്ചോ, സംഗതി ഇവര് പ്രായത്തിൻ്റെ ഒരു വൈകല്യമൊക്കെ ഇവർക്കുണ്ട്. എന്തും ചെയ്യാന്നൊക്കെ തോന്നുന്ന ഒരു പ്രായമാണല്ലോ. ഒരു വിദ്യാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സംസ്കാരം, അവൻ്റെ മര്യാദകൾ, ഇതൊക്കെ സ്കൂളിൽ നിന്ന് മാത്രമായിട്ട് പഠിപ്പിച്ചു വിടാനൊന്നും പറ്റൂല. ഇവനോടൊക്കെ സമാധാനമൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സാറേ. ഞാൻ പറയാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ മാതാപിതാക്കളും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവൻ ചെയ്ത എല്ലാ പോക്കൃത്തങ്ങളും സാറേ ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുക. സാറ് എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. കേൾക്കണ്ടോ? എന്താ എന്റെ പേരെന്താ പറഞ്ഞേ? ഗോവിന്ദ്. ഗോവിന്ദ് കാര്യങ്ങൾ പറഞ്ഞ് കേൾക്കണ്ടോ? അപ്പൊ ഇനി എല്ലാം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടുന്ന് TC അന്ന് പറഞ്ഞു വിടും. മനസ്സിലാവുണ്ടോ? മര്യാദക്കൊക്കെ നിൽക്കുക. ഇതിപ്പോ ഒരു അധ്യാപകനാണ്. അധ്യാപകനോട് അത്തരത്തില് ഒരു പെരുമാറ്റം നടത്തിയത് ശരിയായില്ല എന്നുള്ളൊരു ബോധ്യം ഉണ്ടാ ഉള്ളില്? ഉണ്ട്. അതന്നെ വലിയ കാര്യം. എന്നാ ഒരു കാര്യം ചെയ്തോ, ഒരു സോറി പറഞ്ഞിട്ട്. സോറി ഒന്നും വേണ്ട സാർ. അതല്ല അത് അവരുടെ മനസ്സിൽ ആ ഒരു ധാരണ കിടക്കാൻ വേണ്ടിയിട്ടാണ് സാറേ. സോറി. അതായത് ഇനി മേലില് ഉണ്ടായ പ്രതികരിക്കുന്ന അങ്ങനെയാണോ? ഇല്ല. എന്നാ ഒരു മര്യാദക്ക് പറയും സാറേ. സോറി. അത് പറയാൻ കിട്ടണില്ല അല്ലേ? മര്യാദയുടെ ഒരു ഇത് വരുന്നില്ല മുഖത്ത്. സോറി. കാലുമ ചവിട്ടിയിട്ട് സോറി പറഞ്ഞ മതിയായി. ഇതിലാവട്ടെ. TC കൊടുത്ത് വിടുന്നല്ലേ? ആയിക്കോട്ടെ. എന്നാ ശരി, എന്നാ താൻ ക്ലാസ്സിൽ പോയിക്കോ കേട്ടോ. ശരി സാർ. ഇതൊക്കെയാണ് സ്ഥിതിഗതികള്. ഞങ്ങൾക്ക് ഇവിടെ നിയന്ത്രിക്കണതിനൊക്കെ ഒരു പരിധി ഉണ്ട്. ആരാണ്? എന്റെ ബിബി മോനെ ആരാണ് തല്ലിയത് മാഷെ? ബിബിന്റെ അമ്മയാണ് അല്ലേ? നിങ്ങളൊന്ന് പുറത്തിട്ട് അല്ലെങ്കിൽ പോയിക്കോ. ഇനി എന്തെങ്കിലും ആവശ്യം വിളിക്കാം. എന്താണ്? അല്ല മാഷെ, ഈ എട്ടും പൊട്ടും തിരിയാത്ത ചെറുക്കനെ പിടിച്ച് തല്ലേണ്ട കാര്യം എന്താ? ഞാൻ പൊന്നുപോലെ വളർത്തുന്നതാണ് എന്റെ മോനെ. അവനെ വെറുതെ ഇങ്ങനെ തല്ലാൻ വേണ്ടിട്ടല്ല ഇങ്ങോട്ട് അയക്കണത്. ഇവിടെ തല്ലു പഠിപ്പിക്കണ സ്ഥലമല്ല. അല്ല, അതന്നെയാണ് ഞാനും ചോദിക്കുന്നത്. അതെ,
കുട്ടി വേറെ ഒന്നും പറഞ്ഞില്ലേ വീട്ടിൽ വന്ന്? എന്താ അവൻ എന്താ തെറ്റ് ചെയ്തത്? അവന്റെ കൂടെ പഠിക്കുന്ന ഒരു കൊച്ചിന് ഒരു വിഷമം വന്നപ്പോ അവൻ അതിലൊന്ന് ഇടപെട്ടു. അത് അവന്റെ ക്ലാസ്സിൽ പഠിക്കണ കുട്ടിയല്ല. ആയിക്കോട്ടെ മാഷെ, ഇപ്പൊ ക്ലാസ്സിൽ പഠിക്കണവരോട് മാത്രമേ മനുഷ്യത്വം കാണിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ലല്ലോ. അല്ല, മനുഷ്യത്വം എല്ലാവരോടും കാണിക്കണം, അധ്യാപകരോടും കാണിക്കണം. അതെ, അവന്റെ കൂട്ടുകാരിയുടെ ഒരു മനുഷ്യത്വം കാണിച്ചു. ആ കൊച്ചിന്റെ ഏതാണ്ട് ഫോണും കണ്ട് മാഷ് പിടിച്ചെടുത്തു. അപ്പൊ അത് അവനൊന്ന് തരുമോന്ന് ചോദിച്ചു, അത്രയല്ലേ ഉള്ളൂ. ഈ കുട്ടി ഒരു അധ്യാപകനെ തല്ലാന്നൊക്കെ പറഞ്ഞ എവിടെ എത്തി? എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ മാഷാണ് അവനെ ആവശ്യമില്ലാതെ തല്ലിയിട്ടുള്ളത്. കണ്ടതാണ് അല്ലേ മാഷ് അവനെ തല്ലണത്? അവൻ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് പറഞ്ഞു എനിക്ക് മനസ്സിലാവണില്ല. എന്റെ മാഷെ അവനെ ഞാൻ ഇന്നലെ കാണാനല്ല, ജനിച്ചപ്പോ തൊട്ട് ഞാൻ അവനെ കാണതാ. അവൻ എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ചെയ്യില്ല എന്നുള്ള വ്യക്തമായ ധാരണ എനിക്കുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും തല്ലാൻ വേണ്ടിട്ടല്ല എന്റെ മോനെ ഞാൻ ഇങ്ങോട്ട് വിടണത്. തല്ലിയിട്ടില്ല എന്നൊന്നും മാഷ് പറയണ്ട. ഈ ടീച്ചർ മാഷൊക്കെ കണ്ടു നിൽക്കല്ലേ. എന്ത് പിടിച്ചു മാറ്റിയെന്ന്? മാഷിനെ പിടിച്ചു മാറ്റിണ്ടാവും. അല്ല, അതൊന്നും ഇപ്പൊ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവര് അതൊന്നും കേൾക്കാൻ വന്നതല്ല. അവർക്ക് കുറച്ച് കാര്യം ഇങ്ങോട്ട് പറയാനുണ്ട്, അത് പറയാൻ വന്നാണ്. അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ പറഞ്ഞോളൂ, അത് ഞങ്ങള് കേൾക്കാം. ഇപ്പൊ ഞങ്ങള് മാഷോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്റെ മോനെ ഞാൻ ഇങ്ങോട്ട് വിടുന്നത് ആർക്കും തല്ലാൻ വേണ്ടിയിട്ടല്ല. അവൻ അങ്ങനത്തെ ഒരു പ്രശ്നക്കാരനും അല്ല. പിന്നെ അവന്റെ കൂട്ടുകാരുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാവും, അതെനിക്കറിയാം. അവന്റെ മനസ്സ് ശുദ്ധാണ്. അതിപ്പോ നിങ്ങള് ടീച്ചർമാരാകുമ്പോഴത്തേക്ക് പിള്ളേരെ വെറുതെ പഠിപ്പിക്കല്ലോ വേണ്ടത്. പിള്ളേരുടെ ഓരോ സ്വഭാവം ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം അവരോട് ഇടപെടാൻ വേണ്ടിയിട്ട്. അല്ലാതെ വെല്ലുവിളിക്കല്ല വേണ്ടത്, നിങ്ങൾ യുദ്ധം ചെയ്യല്ല വേണ്ടത്. ഈ മാഷ് എന്റെ മോനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അവനോട് മാപ്പ് പറയണം. ഈ മാഷ് മാപ്പ് പറയണം. ഇല്ലെങ്കിലത്തെ പണിയൊക്കെ എനിക്കറിയാം. നമ്മുടെ കുട്ടികൾ എന്താണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്നത് ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കണം, ഗുണദോഷിക്കേണ്ട സമയത്ത് ഗുണദോഷിക്കണോ. ഇതൊന്നും ചെയ്യരുത്, അവരെ തൊടരുത്, അനങ്ങരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും? ചൂരിലെടുത്ത് അടിക്കരുത്, ഒന്നും ചെയ്യരുത്. ചൂരല് തിരിച്ചു വരണോ? വന്നാ പ്രതിരോധിക്കണം, ഇറക്കുന്നു ജീവിക്കണം. മാഷെ നാളെ തന്നെ ക്ലാസ്സിൽ വന്ന ഒരു കുഴപ്പമില്ലല്ലോ. എന്നെ തള്ളിയിട്ട പിള്ളമാരപ്പറ ഞാൻ കരാട്ട പഠിക്കണ്ടേ? ചില സാറന്മാര് നന്നായിട്ട് സ്നേഹിക്കും, വിളിച്ചടുത്ത കയറി കാര്യമൊക്കെ പറയും. പക്ഷെ അവർക്ക് പഠിപ്പിക്കാനും അറിയില്ല. അല്ല അല്ല സ്ഥാനം ഞാൻ ഒഴിവാക്കാം, പീടി മുട്ടേണ്ടി വരുമോ? ഈ കുട്ടികളുടെ ഈ രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കാരണം സിനിമ ഒക്കെ വലിയ വലിയ രീതിയിൽ പിന്നെ അവരെ പ്രചോദിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇന്നിപ്പോ ഒരു ഇറച്ചിക്കടയിൽ ക്യാമറ കൊണ്ട് വെക്കണം, എന്നിട്ട് വെട്ട് 450 കഷ്ണം ആക്കിയിട്ട് അതാണ് ഇന്ന് ആൾക്കാരുടെ മുമ്പിൽ കാണിക്കുന്നത്. ശരിയാണ് സാറേ, അത് എനിക്ക് ഉണ്ടായി രോമാഞ്ചം ഉണ്ടായി.